ഹേ ഗായ്സ്, ടോമിസ് ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പോൾ നമ്മളിത് സാൻഡി ഷോർട്സിൽ എയർഫീൽഡിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ബെന്നി മച്ചാനുണ്ട്, നമ്മുടെ ലാമർ മച്ചാനും ഇവിടെയുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു കാർ റോബറിക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അത് ഈ കാർസാണ്, ഈ 6 സൂപ്പർ കാർസാണ് നമ്മൾ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നത്. ഇതൊരു ട്രെയിനിൽ നിന്നാണ് നമ്മൾ അടിച്ച് മാറ്റിക്കൊണ്ട് വന്നത്. അവിടെ നമ്മൾ കുറച്ച് കഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. ഒരു ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിലോട്ട് ഫ്രാങ്കിലെടുത്ത് ചാടിയൊക്കെയാണ് ഇതെടുത്തിട്ട് വന്നതെല്ലാം തന്നെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ആ കിടക്കുന്ന സ്കൈ ലിഫ്റ്റ് എന്ന് പറഞ്ഞ ഹെലികോപ്റ്റർ ഉപയോഗിച്ചാണ് ഒരു ബോഗി തന്നെ, ഒരു ട്രെയിനിൻ്റെ ബോഗി തന്നെ പൊക്കിക്കൊണ്ട് വന്ന് നമ്മളിത് ഈ എയർഫീൽഡിലോട്ട് കൊണ്ടുവന്നത്. ഇപ്പം കാറുകളെല്ലാം ഇറക്കി വെച്ച് ആ ബോഗി നമ്മൾ കൊണ്ട് ഡിസ്പോസ് ഒക്കെ ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ നമ്മുടെ വർക്കേഴ്സിനെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് വർക്കേഴ്സ് വരും, നമ്മുടെ ഷോറൂമിൽ നിന്ന് വർക്കേഴ്സ് വരും. എന്നിട്ട് നമുക്ക് എന്തായാലും ഈ വണ്ടികളൊക്കെ തന്നെ തിരിച്ച് നമ്മുടെ ലോസ് ആഞ്ചലസിലോട്ട് കൊണ്ടുപോകണം, നമ്മുടെ ഷോറൂമിലോട്ട് കൊണ്ടുപോകണം. നമ്മളിത് വിറ്റ് നല്ല പൈസയാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ലാമറും ഉണ്ട്, നമ്മുടെ ബെന്നിയും ഉണ്ട്. അപ്പോൾ നമ്മളന്ന് ലോസ്റ്റ് ഗ്യാങ് മെമ്പേഴ്സ് നമ്മുടെ ഷോറൂമിൽ കയറി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പൈസയും കാണാൻ തന്നെ പോയത്. അതിന് പരിഹാരമായിട്ടാണ് ബെന്നി ഇങ്ങനെ റോബറി പ്ലാൻ ചെയ്ത് നമ്മൾ ഇത്രയും കാർസൊക്കെ അടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. അവന്മാർ ഇതുവരെ വന്നിട്ടില്ല, ഇപ്പം എത്തുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ തന്നെ എത്തിയിട്ടില്ല. എന്തായാലും നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത്. ഓക്കെ, അവർ ഏതാണ്ട് ഇവിടെ എത്താനായിട്ടുണ്ടോ തോന്നുന്നു. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഓഫ് റോഡ് വണ്ടിയൊക്കെ സെറ്റാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേസ് അവരിതേ എത്തുന്നുണ്ട്. ആ ട്രെയിലർ ട്രക്ക് ഒന്ന് എത്തിയോ, 2 ട്രെയിലർ ട്രക്കും കൂടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ഈ ഓഫ് റോഡ് വണ്ടി സെറ്റാണ്. അപ്പോൾ നമ്മുടെ ബെന്നി വെച്ചാൽ മോഡിഫൈ ചെയ്ത് കൊണ്ടുവന്ന വണ്ടിയാണിത്. അപ്പോൾ ഇവന്മാരിത് എങ്ങോട്ട് സീൻ, അവന്മാർ അവിടെ കൊണ്ട് നിർത്തുന്നുണ്ട്. അപ്പോൾ മറ്റവനിതേ വരുന്നുണ്ട്. നമ്മളിതേ വണ്ടിയും കാരണം തന്നെ കയറ്റി സെറ്റാക്കിയിട്ടുണ്ട്. 3 ഫെറാറി ഈ വണ്ടിയിൽ നമ്മൾ പിന്നെ ബെന്നി കൊണ്ടുവന്ന ഒരു മാരക വണ്ടി അതിൻ്റെ മണ്ടേ കയറി വെട്ടിട്ടുണ്ട്. പിന്നെ ഇതേ ബാക്കി 3 വണ്ടികൾ ബാക്കിലുള്ള ഈ ട്രക്കിലാണ് കയറ്റിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മെക്കാനിക് ഉണ്ട്, ബെന്നി ആ വണ്ടിയിൽ വരും. അപ്പോൾ നമ്മുടെ ലാമർ ഫ്രണ്ടിൽ പോവുകയാണ്. ഫ്രണ്ടിൽ വല്ല പോലീസും കാര്യം തന്നെ ഉണ്ടെങ്കിൽ ലാമർ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബെന്നി ആ ട്രക്കിൽ കയറാൻ പോയിട്ടുണ്ട്. ലാമർ ഇത് ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഓക്കെ, ലാമർ പോട്ടെ. അപ്പോൾ ലാമർ പോയി കഴിഞ്ഞാൽ വല്ല ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലാമർ വിളിച്ചാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ലാമർ അങ്ങനെ വിളിച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ നേരെ എന്ന് വല്ല ചെക്കിങ്ങിന് പെടുന്നേക്കാട് നല്ല അതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ലാമർ നൈസായിട്ട് അങ്ങനെ എടുത്ത് പോകുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ലാമർ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നൈസായിട്ട് ലാമറിൻ്റെ പുറകെ തന്നെ വിടാം. എന്തായാലും ആ വണ്ടീൻ്റെ പുറകെ നമുക്ക് ഈ ട്രക്കും കൊണ്ട് പിടിക്കാൻ പറ്റില്ല, കാരണം അത് പറന്ന് തന്നെ പോകും. അത് അടിപൊളി നല്ല ഭയങ്കര സ്പീഡുള്ള വണ്ടിയും കൂടിയാണ്. അപ്പോൾ ലാമർ ഇനിയിപ്പോൾ വല്ല ചെക്കിങ് കാര്യം തന്നെ നമ്മൾ വിളിച്ചോളൂ. അപ്പോൾ നമ്മൾ വേറെ ഒന്നും തന്നെ പേടിക്കണ്ട. ഓക്കെ ഗൈസ്, അപ്പോൾ ലാമർ അവിടെ എന്തൊക്കെയോ ഇടിച്ചും കാര്യം തന്നെ പൊളിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാം തന്നെ കയറി ലൈക്ക് അടിച്ചേക്കാം. അപ്പോൾ എല്ലാവരും തന്നെ കയറി സബ്ബും അടിച്ചേക്കാം. അപ്പോൾ നമ്മൾ ലൈക്ക് ടാർഗറ്റ് 2500 ലൈക്സാണ്, അതെല്ലാം തന്നെ സെറ്റാക്കി. അപ്പോൾ കഴിഞ്ഞ വീഡിയോ എല്ലാം തന്നെ ലൈക്ക് അടിച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ അത് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്നാലും നമുക്ക് അടുത്തടുത്ത വീഡിയോയിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം തന്നെ സിറ്റിയിലോട്ട് പോവാം. ഓക്കെ, നമ്മളങ്ങനെ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ മറ്റേ ട്രെയിലറും ബാക്കിൽ തന്നെ വരുന്നുണ്ട്, ബാക്കിൽ തന്നെ പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നൈസായിട്ട് പയ്യെ തന്നെയാണ് വന്നത്, കാരണം ഇത്രയും നല്ല എക്സ്പെൻസീവ് വണ്ടി ഒന്നും തകർക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പയ്യെ തന്നെ വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഷോറൂമിന് മുമ്പിലോട്ട് വണ്ടി എടുക്കാം. എന്തായാലും ഷോറൂമിൽ ഇപ്പം 3 കാർസ് മാത്രമേ ഉള്ളൂ. നമ്മൾ അന്ന് കൊണ്ടുപോയി മോഡിഫൈ ചെയ്തിട്ട് 3 കാർസ് മാത്രമേ ഉള്ളൂ. അതിന് കസ്റ്റമേഴ്സ് എന്താ, അത് ആ വണ്ടി നോക്കാനൊക്കെ കസ്റ്റമേഴ്സ് കുറേ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വണ്ടി നൈസായിട്ട് ഇവിടെ അങ്ങ് പാർക്ക് ചെയ്തിട്ട് ഓരോന്നായിട്ട് നമുക്ക് എന്തായാലും ഉള്ളോട്ട് കയറണം. അപ്പോൾ നമ്മളെന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് കയറുന്നുള്ളൂ. അപ്പോൾ മറ്റേ വണ്ടിയും കൂടെ വരുമോ നോക്കട്ടെ. അപ്പോൾ ഓക്കെ, മറ്റേ ട്രെയിലർ ട്രക്കും കൂടെ അങ്ങനെ എത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ലാമർ വെച്ചാൽ ഇവിടെ പോയി, ലാമർ വെച്ചാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ വിളിക്കാമെന്ന് വേണ്ടി ഇതുവരെ ലാമർ വിളിച്ചിട്ടില്ല, ഇവിടെ എത്തിയിട്ടില്ലേ. നമ്മൾ വിചാരിച്ചാൽ ലാമർ ഇവിടെ എത്തിയിട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ മറ്റേ ട്രക്ക് സേഫായിട്ട് തന്നെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഡോറും കാണലൊക്കെ എവിടെ പോയി, ഇവനെടുത്തോ? ഓക്കെ, അതിൻ്റെ ഡോറും കാണാൻ തന്നെ ഇല്ല, എന്നാലും ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് നൈസായിട്ട് എന്തായാലും ഈ വണ്ടികളും കാണാൻ തന്നെ എടുത്ത് വെക്കാം, എടുത്ത് ഇറക്കി വെക്കാം. നമുക്ക് എന്തായാലും ആ പാർക്കിംഗ് ലോട്ടിലോട്ട് തന്നെ ആ വണ്ടികളൊക്കെ തന്നെ ഇറക്കി വെക്കാം. നമ്മളങ്ങനെ ഓരോ വണ്ടികളായിട്ട് തന്നെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 3 തരം കളറുണ്ട്. പിന്നെ 2 റെഡ് ഫെറാറിയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഓറഞ്ച്, മഞ്ഞ, നീല, പിന്നെ കറുപ്പ്. അപ്പോൾ ബെന്നി മച്ചാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നോക്കുന്നുണ്ട്, ബുക്കും പേപ്പറൊക്കെ തന്നെ നോക്കുന്നുണ്ട്. പിന്നെ ബെന്നി മച്ചാൻ ഇതൊക്കെ തന്നെ എന്തോ സെറ്റാക്കി എടുക്കാമെന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കോൾ വരുന്നുണ്ട്, ഇന്ന് എടുത്ത് നോക്കിയാലോ. ഓക്കെ, നമ്മളൊക്കെ ഒരു കോൾ വന്നത് നമ്മുടെ മിലിറ്ററി കേണലാണ് വിളിക്കുന്നത്. മിലിറ്ററി കേണൽ നമ്മുടെ അർജൻറ്റായിട്ട് വൈറ്റ് ഹൗസിന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഈ വണ്ടി എടുത്താണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഈ വണ്ടിയായിട്ട് കളിക്കാം. അപ്പോൾ ബെന്നി മച്ചാൻ മോഡിഫൈ ചെയ്ത് സെറ്റാക്കിക്കൊണ്ട് വന്ന വണ്ടിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊരു ഡ്രിഫ്റ്റ് കാറുമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അത് പോളി വണ്ടിയാണ്, മാരക പവറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് എൻ്റെ മോനെ മാരകമായിട്ട് ഇതും കൊണ്ട് ഡ്രിഫ്റ്റ് അടിക്കാൻ പറ്റും. അപ്പം ബെന്നി എന്ന ബീച്ചിലേക്ക് കൊണ്ടുവന്ന വണ്ടിയാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് സർഫിങ്ങിൻ്റെ സർഫ് ബോർഡോ എന്തൊക്കെയോ ലഗേജൊക്കെ തന്നെ മേലെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമുക്കുള്ളതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ പോകാം വൈറ്റ് ഹൗസിൻ്റെ അങ്ങോട്ട്. ഓക്കെ ഗൈസ്, നമ്മൾ കേണൽ പറഞ്ഞ പോലെ നമ്മൾ ഈ സ്റ്റാച്യൂവിൻ്റെ അടുത്ത് ഈ വൈറ്റ് ഹൗസിൻ്റെ അടുത്തൂടെ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് പേരും കൂടെ കേണലിൽ എടുത്തോട്ട് നൈസായിട്ട് വണ്ടികളും കാണാൻ തന്നെ വരുന്നുണ്ട്. ആ കേണൽ ഓക്കെ, കേണൽ അവിടെയുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി നമുക്ക് തൽക്കാലത്ത് ഈ സൈഡിലോട്ട് അങ്ങ് പാർക്ക് ചെയ്ത് ഇട്ടേക്കാം. അപ്പോൾ ഓക്കെ, ഈ വണ്ടി ഇവിടെ കിടക്കട്ടെ. ഇതൊരു കുട്ടി വണ്ടിയാണെങ്കിൽ മാരക വണ്ടിയാണ്, അടിപൊളി പോക്കാണ് വരുന്നത് എല്ലാം തന്നെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ആ വണ്ടീനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്, ഈ വണ്ടി എങ്ങനെയുണ്ട് എല്ലാം തന്നെ കയറി കമൻറ്റ് ചെയ്തിട്ടേക്കാം.
എന്തായാലും നമുക്ക് നേരെ ചെല്ലവും. മിലിറ്ററിക്കാർ നല്ല സെറ്റപ്പിലാണ് വന്നിരിക്കുന്നത്. ഇതേ ഒരു ജീപ്പും ഉണ്ട്, പിന്നെ ആർമേഡ് വണ്ടിയുണ്ട്, അതിൻ്റെ മേലെ ഫുൾ മെഷീൻ ഗണ്ണ് മൗണ്ടഡ് ആണ്. പിന്നെ ഒരു ലോറി ഉണ്ട്, വലിയ ലോറി. അപ്പോൾ അത് ഇവിടെയൊക്കെ ഭയങ്കര ആംഡ് ആയിട്ടുള്ള സെക്യൂരിറ്റിയാണ് കേണൽ ഒരുക്കി വെച്ചേക്കുന്നത്. കാരണം അന്ന് കേണൽ തട്ടിക്കൊണ്ട് പോയി. ഇനി അതേപോലെ നടക്കാണ്ടിരിക്കാനാണ് കേണൽ കുറച്ചും കൂടി ടൈറ്റ് സെക്യൂരിറ്റി ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് അനക്കം അനങ്ങിയാൽ ഇവന്മാരെല്ലാത്തിനും വെടിവെച്ച് കൊല്ലും. അപ്പോൾ കേരളാകെ ടെൻഷനിലാണ് നമുക്ക് സംസാരിക്കുക എന്താ സംഭവം എന്നൊക്കെ. ഒക്കെ കേസ് കേരളോട് നമ്മൾ സംസാരിച്ചു. കേരളാകെ ടെൻഷൻ എടുത്ത് സിഗരറ്റും കാര്യം തന്നെ എടുത്ത് കത്തിക്കുന്നുണ്ട്. അപ്പോൾ കേരള പറയുന്ന മിലിറ്ററി ബേസിലെ കമ്പ്യൂട്ടർ സർവീസിലൂടെ ഒക്കെ ആരൊക്കെയോ ഹാക്ക് ചെയ്യുന്നുണ്ട്. ഒരു അൺഓതോറൈസ്ഡ് ആക്സസ് ഒക്കെ തന്നെ വരുന്നുണ്ട്. ആരോ എവിടെയോ നമ്മുടെ സിറ്റിയിൽ തന്നെ ആരോ എവിടുന്നോ ഹാക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മിലിറ്ററി ബേസുകാർ എത്ര ശ്രമിച്ചിട്ടും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കേസ് എൻ്റെ മോനെ ആരോ അതിൽ എന്തോ ഒരാൾ പോകുന്നുണ്ടായിരുന്നു, പോലീസ് പിടിക്കാൻ വേണ്ടി പുറകെ പോകുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഇവന്മാരൊക്കെ തന്നെ വീഡിയോ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടല്ലോ, കൊള്ളാം. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മളെന്തെങ്കിലും ആണെങ്കിൽ നമ്മളെ വെടിച്ച് കൊന്നാൻ. അപ്പോൾ ഇവന്മാരൊക്കെ പുറകെ ഓടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേണലിൽ പറയുന്ന ടെററിസ്റ്റ് ആവാൻ തന്നെയാണ് സാധ്യത. കാരണം ടെററിസ്റ്റുകൾ അന്ന് നമ്മുടെ ഈ കേണലിലെ പ്ലാൻസും കാണാൻ തന്നെ ഇവർ കണ്ടുപിടിച്ചു ടെററിസ്റ്റുകൾ. അപ്പോൾ അവർ തന്നെ ആയിരിക്കും ഈ ഹാക്കിങ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവന്മാർ നമ്മുടെ വണ്ടിയുടെ ചില്ലങ്ങ് പൊട്ടിച്ചിട്ടുണ്ട്. വെടി വെച്ചപ്പോൾ നമ്മുടെ ചില്ലങ്ങ് പൊട്ടി. അപ്പോൾ എന്തായാലും നമ്മുടെ ലെസ്റ്ററിനെ അങ്ങനെ വിളിക്കുന്നുണ്ട്. ഓക്കെ, ലെസ്റ്റർ നമ്മൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ലെസ്റ്ററിനോട് നമുക്ക് പറയാം ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ടെന്നൊക്കെ തന്നെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ലെസ്റ്റർ പറഞ്ഞു എന്തായാലും ഇവിടെ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യും. അപ്പോൾ ലെസ്റ്റർ എന്തായാലും അവരൊന്ന് തിരിച്ച് ഹാക്ക് ചെയ്യുക, അവരുടെ IP അഡ്രസ്സ് വെച്ച് എങ്ങനെയെങ്കിലും ഹാക്ക് ചെയ്ത് അവരുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ നോക്കാമെന്നാണ് ലെസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, ലെസ്റ്റർ കണ്ടുപിടിക്കട്ടെ, നമുക്ക് തൽക്കാലം ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഓക്കെ, സമയം നമ്മൾ ലെസ്റ്റർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലെസ്റ്റർ ഒരു ലൊക്കേഷൻ കാര്യങ്ങൾ തന്നെ അയച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ആ ലൊക്കേഷനിലോട്ട് പോവുകയാണ്. എന്ത് നടക്കാൻ പോകുന്നതെന്ന് തന്നെ അറിയത്തില്ല. അപ്പോൾ ഒരു സിറ്റിയിൽ വേറൊരു ഹാക്കറും കൂടെ വന്നിട്ടുണ്ടെന്നാണ് ലെസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. അയാളൊരു ഹോൾഡ് ഹാക്കറാണെങ്കിൽ ഭയങ്കര തലയുള്ള ഒരാളാണ്. അപ്പോൾ ലെസ്റ്ററിൻ്റെ പഴയൊരു സുഹൃത്തും മറ്റും ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ലെസ്റ്റർ പറഞ്ഞു തന്ന ലൊക്കേഷനിലോട്ട് ചെല്ലാം. അവിടെ ചെന്നിട്ട് ആ ഹാക്കറിനെ പിടിച്ചുകൊണ്ട് വരണം, നമുക്ക് മിലിറ്ററി ബേസിൽ കൊണ്ട് കൊടുക്കണം. പക്ഷേ ആ ഒരു ലൊക്കേഷനാണ് അയച്ചേക്കുന്നത്. അപ്പോൾ ലെസ്റ്റർ പറഞ്ഞു നമ്മളെന്തായാലും വളരെ സൂക്ഷിക്കണം, ആ ലൊക്കേഷൻ ഭയങ്കര സീനാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്കെന്തായാലും നേരെ അങ്ങോട്ട് വിടാം. ഓക്കെ, അങ്ങനെ നമ്മൾ ലെസ്റ്റർ പറഞ്ഞനുസരിച്ച് ഏതാണ്ട് ആ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി ഒരു ഹെലികോപ്റ്ററൊക്കെ തന്നെ വേണം. അപ്പോൾ നമ്മൾ മിലിറ്ററിക്കാരനോട് സഹായം കൂടി ചോദിച്ചു. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നതെങ്കിലും അപ്പോൾ അവരോട് തന്നെ നമ്മൾ ചോദിച്ചു. അപ്പോൾ മിലിറ്ററിക്കാരനിൽ പറഞ്ഞു നമുക്ക് വേണ്ടി ഒരു ഹെലികോപ്റ്റർ റെഡിയായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ഥലം വരെ പോയിട്ട് അതിങ്ങ് എടുത്താൽ മതി. അപ്പോൾ ആരും തന്നെ പുറത്തുനിന്ന് ആരും തന്നെ കാണാടിക്കുക ഒരു സെക്യൂർഡ് പ്ലേസിലാണ് ഹെലികോപ്റ്റർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കോറി എന്തോ ഒരു സംഭവമാണ്, അതിൻ്റെ അടുത്താണ് ആ ഹെലികോപ്റ്റർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഓഫ് റോഡ് കുറച്ച് ദൂരം തന്നെ പോകാനുണ്ട്. അവിടെ നമ്മുടെ ഒരു സോൾജറും വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് കേരളം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നൈസായിട്ട് ഓഫ് റോഡ് അടിക്കണം. നമുക്ക് എന്തായാലും ഓഫ് റോഡ് കൂടാണ്ട് നമുക്ക് ഇങ്ങനെ ഷോർട്ട് കട്ട് വേണമെങ്കിൽ അടിച്ച് കയറാനും പറ്റും അങ്ങോട്ട്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എത്താൻ വേണ്ടി നമ്മൾ ഷോർട്ട് കട്ട് അടിച്ചാണ് കയറുന്നത്. അപ്പോൾ ഇവിടെ എവിടെയാണ് ആ ഹെലികോപ്റ്റർ, ഒരു സൈക്കിളൊക്കെ തന്നെ പോകുന്നുണ്ടല്ലോ. എങ്ങോട്ടാണ് ഈ പറന്ന് പോകുന്നത് അറിയത്തില്ല എൻ്റെ മോനെ. അപ്പോൾ നമ്മൾ ആ സൈക്കിളിൽ നോക്കി നിന്നെയാണ് നമ്മൾ നേരെ തന്നെ താഴത്തോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് ഇനി കുറച്ചും കൂടി ദൂരമുള്ളൂ അങ്ങോട്ട് എത്താൻ വേണ്ടി. അപ്പോൾ ഇവിടെ എവിടെയാണ് ആ ഹെലികോപ്റ്റർ ഉണ്ടാകുന്നതെന്ന് നമ്മുടെ കേരളം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓക്കെ കേസ് അങ്ങ് ദൂരെ നമുക്ക് ആ ഹെലികോപ്റ്റർ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് കേരളം പറഞ്ഞ സ്ഥലം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം, എന്നിട്ട് ആ ഹെലികോപ്റ്റർ എടുത്തിട്ട് അവിടെ പോവാം, ടെററിസ്റ്റുകളുള്ള സ്ഥലത്തോട്ട് പോകാം. അപ്പോൾ ഓക്കെ, നമ്മളങ്ങനെ ഏതാണ്ട് ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി തൽക്കാലം നമുക്ക് ഇവിടെ അങ്ങ് ഇവരുടെ കയ്യിൽ പാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സോൾജർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സോൾജറിനോട് സംസാരിക്കും. സോൾജറിവിടെ എന്തോ സിഗരറ്റും കാര്യങ്ങളും തന്നെ വലിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഓക്കെ, നമ്മൾ ഈ സോൾജറിനോട് സംസാരിച്ചു. അപ്പോൾ സോൾജർ പറഞ്ഞ് നമ്മളോട് ഹെലികോപ്റ്റർ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഹെലികോപ്റ്റർ എടുക്കാം. അപ്പോൾ ഇത് അക്വല എന്ന് പറഞ്ഞിട്ടൊരു ഹെലികോപ്റ്ററാണ്, ഹൈലി ആർംഡ് ഹെലികോപ്റ്ററാണ്. അപ്പോൾ മിലിറ്ററീൻ്റെ ഒക്കെ കയ്യിൽ മാത്രമേ ഉള്ളൂ ഈ ഹെലികോപ്റ്റർ. അപ്പോൾ നമുക്കിതങ്ങ് ടേക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു അടുത്തൊരു സ്ഥലത്തോട്ടാണ് നമുക്ക് ഈ ഹെലികോപ്റ്ററും കൊണ്ട് പോകേണ്ടത്. ഈ മിൻമില്ലൊക്കെ കാരണം നമ്മൾ ജസ്റ്റ് മിൻമില്ലിങ്ങനെ ഇടിച്ച് കഴിഞ്ഞാൽ തീർന്നു. ഇത് തന്നെ ഒരു മിൻമില്ല് അടിച്ചു പോയെന്ന് തോന്നുന്നു. ഒന്ന് മാത്രമല്ല 2-3 അടിച്ച് പോയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഇവിടെ എവിടെയാണ് പോകേണ്ടത്? അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദൂരം കൂടി നമുക്ക് ഹെലികോപ്റ്റർ തന്നെയാണ് അങ്ങോട്ട് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഹെലികോപ്റ്റർ ടയറങ്ങ് അടച്ചു വെച്ചേക്കാം. ഓക്കെ, ഇത് ടയർ അടയ്ക്കാൻ വേറെ പ്രത്യേകതകളുണ്ട്. ഇതിനിതേ മെഷീൻ ഗണ്ണും കാര്യങ്ങളൊക്കെ തന്നെ ഓൺ ആവും. അപ്പോൾ നമ്മളിപ്പോൾ ടയർ ഓൺ ആക്കുകയാണെങ്കിൽ മെഷീൻ ഗണ്ണ് ഓഫ് ആവും. അങ്ങനെ ഒരു സെറ്റപ്പും കാര്യങ്ങളും തന്നെയാണ് ഈ ഹെലികോപ്റ്ററിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മിലിറ്ററിക്കാരിൽ നമുക്ക് ഒരു ആപത്തും വരാണ്ടിരിക്കാൻ വേണ്ടി ഈ ഹെലികോപ്റ്ററാണ് തന്ന് വിട്ടത്. അപ്പോൾ ഏതാണ്ട് നമ്മൾ ആ ലൊക്കേഷനടുത്ത് എത്താനായി, ഇനി കുറച്ചും കൂടി ദൂരമുള്ള ആ ലൊക്കേഷനിലോട്ട് എത്താൻ വേണ്ടി. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഇതാണ് ആ ലൊക്കേഷൻ. അപ്പോൾ ഈ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ മേലെയാണ് നമുക്ക് ഹെലികോപ്റ്റർ. എൻ്റെ മോനെ, അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് ആൾക്കാരൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റേ ഹൈ തന്നെയാണ് ലെസ്റ്റർ പറയുന്നത്. നമുക്ക് ഇവിടെയെങ്കിലും ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യിക്കണം. അപ്പോൾ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യിക്കാൻ നമുക്ക് ഇവിടെ ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ ലാൻഡ് ചെയ്യിക്കാം.
അപ്പോൾ നമ്മുടെ ലെസ്റ്റർ പറയുന്നുണ്ട് ക്യാമറ കാര്യങ്ങളൊക്കെ തന്നെ എല്ലാം തന്നെ പൊളിക്കണം, കാരണം അലേർട്ട് ചെയ്യിക്കാണ്ട് ഉള്ളോട്ട് കയറാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ഹെലികോപ്റ്റർ നമ്മൾ നൈസായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നൈസായിട്ട് പോവാം. ഓക്കെ എൻ്റെ മോനെ, അപ്പോൾ ഇവിടെയൊക്കെ താഴെ തന്നെ ആൾക്കാരും കാര്യം തന്നെയുണ്ട്. നമുക്ക് ആരും തന്നെ അലേർട്ട് ആവേണ്ട, ഇവിടെ ക്യാമറയൊക്കെ തന്നെ ഉണ്ട്, ആരും തന്നെ അലേർട്ട് ആവേണ്ടി വേണം നമുക്ക് ഇറങ്ങാം. അപ്പോൾ നമുക്ക് ഒരു സൈലൻസറുള്ള വെപ്പൺ എടുത്ത് പിടിച്ചേക്കാം. ഓക്കെ, സംഭവം നമ്മുടെ സൈലൻസറുള്ള വെപ്പൺ ഉണ്ട്, നമ്മളതങ്ങനെ എടുത്തിട്ടുമുണ്ട്. അപ്പം താഴെ എൻ്റെ മോനെ നമ്മൾ നൈസായിട്ടും താഴത്തോട്ട് ചാടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ താഴെ പോയി കഴിഞ്ഞാൽ താഴെ സെക്യൂരിറ്റി ക്യാമറ ഉണ്ട്, ഗാർഡ് അതിലൊരെണ്ണം നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ കൂടെ പോകണ്ട, നമുക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ പോകാം. അല്ലെങ്കിൽ നമ്മൾ ഈ സൈഡ് നേരെ ഇറങ്ങി ചേരുന്ന അവന്മാരുടെ ഫ്രണ്ടിലോട്ടാണ്. അപ്പോൾ അപ്പുറത്തെ സൈഡിലൊരു ഏണി നമ്മൾ വരുന്ന വഴിക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും മേലോട്ട് ചാടി കയറാം. അപ്പോൾ ഹെലികോപ്റ്റർ നമ്മൾ ഇവിടെ കൊണ്ടുപോയിട്ടാണ് നിർത്തിയിരുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതിലങ്ങ് മേലോട്ട് കയറണം. ഇവിടെ ഒരു ഡോറുണ്ട്, പക്ഷെ അത് ലോക്കാണ്. അത് ലോക്കല്ലെങ്കിൽ നമുക്ക് അതിൽ ഇറങ്ങിയാൽ മതിയായിരുന്നു. അപ്പോൾ അതേ ഇവിടെയാണ് ആ എന്താ പറയുക ആ ഏണിയുള്ളത്. നമ്മളെന്തായാലും ഇതിലങ്ങ് നൈസായിട്ട് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ലെസ്റ്റർ പറഞ്ഞ് ഇതെന്തോ ഒരു സർവർ ഫാമും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ സർവർ ഫാം വെച്ചിട്ടാണ് നമ്മുടെ മിലിറ്ററി കേണലിലെ ബേസിലോട്ട്, അതായത് മിലിറ്ററി ബേസിലോട്ട് ഇവന്മാരെ ഹാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആണ് ഹാക്കറുള്ളത്. ഹാക്കറിന് നമുക്ക് നൈസായിട്ട് എടുക്കണം. അപ്പോൾ ഇവൻ്റെ തലക്കെട്ടൊന്ന് കൊടുക്കുക. അപ്പോൾ ഓക്കെ, ഇവൻ്റെ തലക്കെട്ട് നമ്മളൊന്ന് കൊടുത്തു. ആരും തന്നെ ഇതുവരെ അലേർട്ട് ആയിട്ടില്ല. അപ്പോൾ ആരോ അവിടെ നിന്ന് ഒച്ച ഉണ്ടാകുന്നത് കേട്ടു, പക്ഷെ ആരും തന്നെ ഇതുവരെ അലേർട്ട് ആയിട്ടില്ല. അപ്പോൾ അതേ അവിടെ ഒരുത്തനുണ്ട്, അവനെ നമുക്ക് ടേക്ക് ഔട്ട് ചെയ്യണം. എൻ്റെ മോനെ, അവന്മാർ ഇങ്ങോട്ട് നോക്കുന്നു. അപ്പോൾ നമുക്ക് ഇവനെ എടുത്തിട്ട് മാത്രമേ മറ്റവനെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഒളിച്ചൊളിച്ച് പോവാം. അപ്പോൾ ഓക്കെ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആരും തന്നെ ഇല്ലെന്ന് തോന്നും. അപ്പോൾ ക്യാമറ കാര്യങ്ങളൊന്നും തന്നെ ഈ സൈഡിലില്ല. അപ്പോൾ അതേ അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്ക് ഇവൻ്റെ തലമണ്ടക്കിട്ടാണോ കൊടുത്തിടാം. ഓക്കെ, നമ്മൾ ഇവൻ്റെ തലമണ്ടയ്ക്ക് കൊടുത്തിട്ടിട്ടുണ്ട്. ഇനി അവൻ്റെ തലമണ്ടയ്ക്ക് കൊടുക്കുക, അവൻ്റെ തലമണ്ടയ്ക്കും കൊടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇനി ആൾക്കാർ ഇവിടെ തന്നെയുണ്ട്. ഇതേ ഒരുത്തൻ അതിലെ പോകുന്നു, അവൻ കുറച്ച് അങ്ങോട്ട് പോട്ടെ. ഓ നൈസ് ഗൈസ്, അവൻ്റെ തലക്കിട്ട് കൊടുത്ത് നൈസായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എവിടെയാണ് ഇവിടെ ഒരു ക്യാമറ ഉണ്ടോ? നമുക്ക് ഈ ക്യാമറ പൊളിക്കാം. ഓ ഈ ക്യാമറ നമ്മൾ പൊളിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വല്ല ക്യാമറ ഉണ്ടായിരുന്നോ? ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വേറെ വല്ല ക്യാമറ ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, ഇവിടെ എവിടെയും തന്നെ ഒരു ക്യാമറ ഇല്ല. എൻ്റെ മോനെ, അപ്പോൾ ഇവിടെ ക്യാമറയല്ല, ഇവിടെ ഒരുത്തനും കൂടി ഉണ്ട്. നമുക്ക് അവനെ അങ്ങ് എടുക്കാം. ഓ സെറ്റ്, അവൻ നമ്മൾ നൈസായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് സർവർ ഫാമിൻ്റെ ഉള്ളിലോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ എവിടെയും തന്നെ ആൾക്കാർ ആരും തന്നെ ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് നൈസായിട്ട് ഇതിലെ തന്നെ പോയി നോക്കാം. അപ്പോൾ ഈ സൈഡിൽ 2-3 പേരുണ്ട്. അപ്പോൾ നമുക്ക് അപ്പുറത്തൂടെ പോയിട്ട് അവന്മാരെയൊക്കെ എടുത്തിട്ട് മാത്രമേ ഇതിലെ വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവന്മാർ നമ്മൾ നേരെ ചെന്നിട്ട് അവന്മാരുടെ ഫ്രണ്ടിലോട്ടാണ് കയറാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, ഇവിടെ ഒരുത്തനുണ്ട്. ഇവിടെ അങ്ങ് വിദൂരത്ത് ഒരുത്തൻ നിൽക്കുന്നു. അപ്പോൾ നമുക്ക് ഗണ്ണ് മാറ്റിയെടുക്കാം. ഓക്കെ, നമ്മുടെ അടുത്ത് സ്നൈപ്പറുണ്ട്. അപ്പോൾ ഇതിന് തെർമൽ സ്കോപ്പും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. നൈസ്, അവൻ്റെ തലകിട തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ സൈഡിൽ കൂടെ പോയേക്കാം. ഇപ്പോൾ ഇവിടെ എന്തായാലും ഇതിലെ തന്നെ നമുക്ക് ഉള്ളോട്ട് കയറാം. അപ്പുറത്തെ വഴി പോയാൽ കുറേ ലോങ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇതിലെ പോവാം. അപ്പോൾ ഇവിടെ എവിടെയാണ് നമുക്ക് മാർക്ക് ചെയ്ത് തന്നേക്കുന്നത് ലെസ്റ്റർ? അപ്പോൾ ഇതിലെയാണോ ഡോർ? അത് അറിയത്തില്ലല്ലോ. അയ്യോ ഇതേ ഒരുത്തനും ഇവിടെ ഉണ്ട്. അവനെ എടുക്കാം. ഓ പൊളി ഗൈസ്, അവൻ നൈസായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ഭാഗത്ത് ആരോ ഉണ്ട്. ഓക്കെ, അപ്പോൾ അവൻട്ട് കൊടുക്കാം. ഓ സെറ്റ്, അവൻട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെയാണ് കയറേണ്ടത്. അപ്പോൾ ഇത് അങ്ങ് 2 പേരുണ്ട്. അപ്പോൾ നമുക്ക് സ്നൈപ്പറും കൊണ്ട് കൊടുക്കാം. ആദ്യം ഇവനെ എടുക്കാം. ഓക്കെ, ഇവനെ നമ്മൾ എടുത്തു. അവനെ എടുക്കണം. ഓ ഗൈസ്, അവനെ നമ്മൾ എടുത്തു. അപ്പോൾ അലേർട്ട് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അലേർട്ട് ആവുന്നതിന് മുമ്പ് തന്നെ അവന്മാരെയൊക്കെ കൊന്നു. അപ്പോൾ ഇവിടെ ഒരുത്തനും കൂടെ ഉണ്ട്. അവൻ്റെ വെടിയും കാരണം തന്നെ വെക്കുന്നുണ്ട്, പക്ഷെ അവനെ എവിടെയാണെന്ന് കാണുന്നില്ല. അപ്പോൾ ഓക്കെ, ഏതാണ്ട് അവനെയും കൂടെ കൊന്ന എല്ലാവരും തന്നെ അലേർട്ട് ആവില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഓക്കെ, അവൻ ഇവിടെ എവിടെയാണ് ഇന്ന് വെടി വെക്കുന്നത്? നമുക്ക് നോക്കി നോക്കട്ടെ. അപ്പോൾ ഇവൻ എവിടെയാണ്? ഓക്കെ, അവൻ്റെ പുറത്താണുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് നൈസായിട്ട് ഇതിൻ്റെ മണ്ടയിലോട്ട് കയറാം. അപ്പോൾ ഓക്കെ, നമ്മൾ ഇതിൻ്റെ പുറത്തോട്ട് കയറിയിട്ടുണ്ട്. മണ്ടക്കിട്ട് കൊടുക്കുക. ഓക്കെ, അവനെ നമ്മൾ അടിച്ചിട്ടുണ്ട്. ഭാഗ്യത്തിന് ഇതുവരെ തന്നെ ആരും അലേർട്ട് ആയിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ഉള്ളിൽ കയറി ഉള്ളിലുള്ളവന്മാരൊക്കെ പൊട്ടിച്ച് തീർക്കണം. ഉള്ളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർക്കണം. പിന്നെ നമുക്ക് എന്തായാലും ഹാക്കറിനെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യണം. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ലിഫ്റ്റ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ വീഡിയോ കാണുന്നില്ല നിങ്ങൾക്ക് ലൈക്ക് അടിച്ചേക്കാം. നമ്മുടെ ലൈക്ക് ടാർഗറ്റ് 2000 ലൈക്സ് ആണ്, 2500 ലൈക്സ് ആണ്. അതെല്ലാം സെറ്റാക്കിയ എൻ്റെ മോനെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴത്തേക്ക് എല്ലാവരും തന്നെ അലേർട്ട് ആയിട്ടുണ്ട്. നമുക്ക് പൊളിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ മോനെ, ഇവിടെയുള്ള എല്ലാവരും തന്നെ അലേർട്ട് ആയല്ലോ.
നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇതിൽ താഴത്തോട്ട് ഇറങ്ങാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഏതാണ്ട് ഇതിൽ താഴത്തോട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെയൊക്കെ തന്നെ ആൾക്കാരുണ്ട്, നമുക്ക് കൊടുത്തിടട്ടെ. അപ്പോൾ നമുക്കിനി എന്തിനാ സൈലൻസറോട് തോക്ക് എടുക്കുക, നമ്മൾ നല്ല അടിപൊളി തോക്ക് എടുക്കാം. ഓക്കെ, നമ്മൾ എല്ലാം തന്നെ അടിച്ചിടുവാണ്. അപ്പോൾ ഓക്കെ, നമുക്കെന്തായാലും ഇവിടെ നിന്ന് എല്ലാം തന്നെ അടിച്ചിടാം. അപ്പോൾ നമ്മുടെ ലെസ്റ്റർ പറഞ്ഞിട്ടുണ്ട് നമ്മളോട് ഇവിടുന്ന് സർവേഴ്സും കാരണം തന്നെ ഹാക്ക് ചെയ്യണമെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി ഹാക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ എവിടെയോ തന്നെ മറ്റവനുണ്ട്, ഹാക്കർ ഇവിടെ എവിടെയോ തന്നെ ഒളിച്ചിരിപ്പുണ്ട്. അപ്പോൾ അവനെ നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടുത്തെ സർവേഴ്സും കാരണം തന്നെ ഹാക്ക് ചെയ്യണം. അപ്പോൾ നൈസായിട്ട് അങ്ങനെ വിട്ട് കയറുവാണ്. നമുക്ക് എന്തായാലും നേരെ പോയി നോക്കാം. അപ്പോൾ ഇവിടെ എവിടെയാണ് സർവേഴ്സും കാരണം തന്നെ ഉള്ളത്. അപ്പോൾ നമുക്ക് എവിടെ നിന്നൊക്കെയോ തന്നെ വെടി വരുന്നുണ്ട്. എൻ്റെ മോനെ, അപ്പോഴത്തെ ഇവിടെ 2 പേര് അവന്മാരെ നമ്മൾ അടിച്ചിട്ടത് അങ്ങനെ എവിടെ നമുക്കൊരു വെടിയും കാരണം തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നൈസായിട്ട് തന്നെ ഈ വഴി കയറുവാണ്. അപ്പോൾ നമുക്ക് എൻ്റെ മോനെ, അപ്പോൾ ഇവിടെ 2 പേര്, അപ്പോൾ 2-ന് നമ്മളങ്ങനെ അടിച്ചിട്ടിട്ടുണ്ട്. 2-ന് നമ്മൾ അടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഏതാണ്ട് കുറേ പേര് തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എൻ്റെ മോനെ, 2-ന് നമ്മൾ നൈസായിട്ട് അടിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഈ സർവേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ പോകാം. അപ്പോൾ നമുക്ക് കുറേ കവറും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടും. പെട്ടെന്ന് എന്തായാലും അവരുടെ ഫ്രണ്ടിലോട്ട് ചെന്ന് കയറണ്ട. അപ്പോൾ ഈ ഭാഗത്ത് 2 പേരുണ്ട്. 2-ന് നമ്മൾ അടിച്ച് കൊന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേ ഓൻ ചത്തിട്ടില്ലേ, അവൻ നമ്മൾ അടിച്ച് കൊന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേ ഇനിയിപ്പോൾ ഈ സൈഡിൽ കൂടെ തന്നെ പോവാം. അപ്പോൾ ഇതൊക്കെ വലിയ വലിയ സർവേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഭാഗത്തൊന്നും തന്നെ ആരുമില്ല. നമ്മളെന്തായാലും ഇവിടെ ഒരു സർവർ ഹാക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ലെസ്റ്റർ പറഞ്ഞ പോലെ നമ്മളെന്തായാലും അവന്മാരുടെ സർവർ അങ്ങ് തിരിച്ച് ഹാക്ക് ചെയ്യുകയാണ്. അവന്മാർ ചെയ്ത പണിക്ക് നമ്മൾ തിരിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ടെററിസ്റ്റുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഓക്കെ, 3 എണ്ണം. ഇത് കുറച്ച് സീനാണ്, പക്ഷേ വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഏതാണ്ട് എല്ലാം തന്നെ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഓക്കെ കേസ്, നമ്മൾ ഈ സർവർ അങ്ങനെ ഹാക്ക് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ 3 സർവേഴ്സും കൂടി ഉണ്ട് നമുക്ക് ഹാക്ക് ചെയ്യാൻ. അപ്പോൾ അപ്പുറത്തെ സൈഡിലാവും തോന്നുന്നു എല്ലാ സർവറും ഉള്ളത്. നമുക്ക് നൈസായിട്ട് ഈ പിസ്റ്റൽ എടുത്ത് പിടിച്ചേക്കാം. കാരണം പെട്ടെന്ന് അവിടെ 2 പേരുണ്ട്, നമ്മൾ 2-നെ അടിച്ചിടുവാണ് കേട്ടോ. ഓക്കെ, 2-നെ നമ്മൾ അടിച്ച് സീനാക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി എവിടെയൊക്കെയോ തന്നെ ആളുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സൈഡിലൊക്കെ ഉള്ളവന്മാരൊക്കെ തന്നെ നമ്മൾ തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോവാം. അപ്പോൾ സബ് ചെയ്യാത്ത മച്ചന്മാരെല്ലാം കയറി സബും ചെയ്ത് ഇട്ടേക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കണ്ട. അപ്പോൾ നിങ്ങൾ ലൈക്ക് അടിച്ചാൽ മാത്രം നമ്മൾ ഇനിയിപ്പോൾ അടുത്തടുത്ത് വീഡിയോസ് ഇടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നേരെ പോകാലോ. അങ്ങ് ആളുണ്ടോ? ഒന്നും തന്നെ കാണുന്നില്ല, ഫുള്ള് ഇരുട്ടാണ്. അപ്പോൾ നമ്മളെന്തായാലും ലൈറ്റൊക്കെ തെളിച്ചങ്ങ് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എവിടെയോ മറ്റേ ഹാക്കറും ഉണ്ടല്ലോ. ഹാക്കർ നമുക്ക് ഇതുവരെ കണ്ട് കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ ഭാഗത്ത് എവിടെയോ തോന്നുന്നു ഹാക്കർ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ നൈസായിട്ട് അങ്ങോട്ട് കയറുവാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇവിടെ ആൾക്കാരൊക്കെ തന്നെ ഒളിച്ചിരിക്കുന്നു. ഇവന്മാരെ നമ്മൾ അടിച്ചിട്ട് ഇനിയിപ്പോൾ നേരെ പോയി നോക്കാം എവിടെയാണ് ഹാക്കർ ഉള്ളതെന്ന്. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു സർവറിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. നമ്മൾ ഹാക്ക് ചെയ്യേണ്ട ഏതെങ്കിലും സർവറിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇവന്മാരെയൊക്കെ അടിച്ച് ഇവൻ ചത്തില്ലേ, ചാവടോ. ഓക്കെ, അവനെ അടിച്ച് കൊന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 പേര്, 2-ന്. അപ്പോൾ എല്ലായിടത്തും തന്നെ 2 പേരൊക്കെയാണ് ഇരിക്കുന്നത്. എൻ്റെ മോനെ, സീന് 2-നെ അടിച്ച് തീർത്ത് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വന്ന വഴിക്ക് നമ്മളൊരു സർവർ ഹാക്ക് ചെയ്യാൻ വേണ്ടി വിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, സീനില്ല. നമ്മളെന്തായാലും ഇതിലെ നേരെ പോവാം. അപ്പോൾ സീന് അപ്പോൾ നമ്മളെന്തായാലും ഇവന്മാരെ അങ്ങനെ അടിച്ചിട്ടിട്ടുണ്ട്. എന്തായാലും ഇവിടെ ചത്തിട്ടില്ലേ, നൈസായിട്ട് നന്നായിട്ട് കൊടുത്തവനെ കൊന്ന് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ സൈഡിൽ കൂടെ കയറി നോക്കാം എവിടെയാണ് ഉള്ളതെന്ന് അറിയത്തില്ല. നമുക്ക് ഇതിലെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നല്ല നീളത്തിലുള്ള വഴിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവിടെ എവിടെയാണ് ഒരു സർവറും കൂടെ ഹാക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളെന്തായാലും ആ സർവറും കൂടെ അങ്ങനെ ഹാക്ക് ചെയ്യുവാണ്. അപ്പോൾ അങ്ങനെ ഹാക്ക് ചെയ്ത് കൊടുക്കാമല്ലോ. ഓക്കെ, ഇതാണോ ചെയ്യേണ്ടത്? അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ എവിടെയാണ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. അത് നോക്കി നോക്കാം. എനിക്ക് തോന്നുന്നു ഈ സർവറും അല്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഈ സർവറാണ് നമുക്ക് ഹാക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതും അങ്ങ് ഹാക്ക് ചെയ്യാം. ഈ ബാർ കറക്റ്റാക്കലാണ് കുറച്ച് പണി, ചെറിയ പണികളാണ്. ഇപ്പോൾ ലെസ്റ്റർ നമ്മുടെ പണികളും കാര്യങ്ങളും തന്നെ എളുപ്പമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ മിലിറ്ററിക്കാണ് ലെസ്റ്ററിന് വിവരങ്ങളൊക്കെ കൊടുത്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയത്. പിന്നെ ലെസ്റ്റർ കറക്റ്റ് എല്ലാം അങ്ങനെ ഹാക്ക് ചെയ്ത് കണ്ട് പിടിച്ചുകൊണ്ടും കൂടിയാണ് നമുക്ക് ഈ സർവേഴ്സും കാരണം തന്നെ ഹാക്ക് ചെയ്യാൻ പറ്റിയത്. ഈ മിലിറ്ററീൻ്റെ സർവേഴ്സൊക്കെ ഹാക്ക് ചെയ്തവന്മാരെ ഹാക്ക് ചെയ്ത ടെററിസ്റ്റിനൊക്കെ നമുക്ക് തിരിച്ച് ഹാക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഓക്കെ, ഇപ്പോൾ C4. ഓക്കെ, അപ്പോൾ ഇവിടെ എവിടെയാണ് അടുത്ത സർവർ ഉള്ളത്? ഇനി നമ്മൾ സർവർ C ആണ് ഹാക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എവിടെയാണ് സർവർ C ഉള്ളത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ തേടി വന്ന ഹാക്കർ ഇതാണ്. എൻ്റെ മോനെ, അവൻ നമ്മളെ പേടിച്ചത് തലയും കുഞ്ച് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും അവനെ കൊല്ലുന്നില്ല, അവനെ നമ്മൾ ജീവനോടെ പിടിച്ചുകൊണ്ട് ചെല്ലുന്നതാണ് നമ്മുടെ മിലിറ്ററിക്കാണിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മളെന്തായാലും അവൻ്റെ ഒരു അടി അങ്ങ് കൊടുത്തിട്ടിട്ടുണ്ട്. ഒരെണ്ണം കൂടെ അങ്ങ് കൊടുത്തേക്ക്. ഇവൻ നമ്മുടെ സിറ്റീനെ തകർക്കാൻ വേണ്ടി ഈ ആൾക്കാരുടെ കൂടെ, അതായത് ഈ
അതായത് ഈ ടെററിസ്റ്റുകളിലൂടെ ഇവൻ സഹായിച്ചു. അവൻ എന്താ നമ്മൾ അടിച്ച് ബോധം കെടുത്തി ഇട്ടിട്ടുണ്ട്. ഇനി എന്തായാലും അവൻ നമ്മളെ തിരിച്ചൊന്നും ചെയ്യാൻ തന്നെ നിൽക്കത്തില്ല. അപ്പോൾ അവന് ബോധം വരുമ്പോൾ നമുക്ക് എന്തായാലും അവനെ എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ എന്തായാലും ഇതങ്ങ് ആക്ട് ചെയ്ത് സെറ്റാക്കിയേക്കാം. ഓക്കെ, രണ്ടാമത്തെ ഇതിപ്പോൾ സീനായല്ലോ. രണ്ടാമത്തെ അങ്ങ് ആക്ട് ചെയ്യുക. അപ്പോൾ ഇവനാകെ വെടിവെപ്പും ബഹളവും കാര്യങ്ങളൊക്കെ തന്നെ കേട്ടപ്പോഴത്തേക്കും ഇവിടെ ഈ സർവറിൻ്റെ ചോട്ടി ഒന്ന് ഒളിച്ചാന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ കറക്റ്റ് വന്ന് അവനെ പിടിച്ചിട്ടുമുണ്ട്. അപ്പോൾ എന്തായാലും ഇവൻ ഏറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവൻ എന്തായാലും നമ്മളെയും തിരിച്ചൊന്നും ചെയ്യാൻ നിൽക്കത്തില്ല. അപ്പോൾ അവനെ ഏതാണ്ട് ഫുള്ള് പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു സർവറും കൂടെ ഹാക്ക് ചെയ്യാനുണ്ട് ഇവിടെ. അതും കൂടെ ഹാക്ക് ചെയ്തിട്ട് നമുക്ക് ഇവനെയും കൊണ്ട് നേരെ പോവാം. അപ്പോൾ എന്തായാലും ഹെലികോപ്റ്റർ നമ്മൾ നേരെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് എന്തായാലും നല്ല ആൾക്കാരും കാര്യങ്ങളും തന്നെ വരാൻ സാധ്യതയുണ്ട്. എന്താണെങ്കിലും കുഴപ്പമില്ല, നമ്മളെന്തായാലും ഈ സർവീസും കാര്യം തന്നെ ഹാക്ക് ചെയ്ത് സെറ്റാക്കിയിട്ടേ നമ്മളിവിടുന്ന് പോവുള്ളൂ. നമ്മുടെ കൺട്രിക്ക് വേണ്ടി, അതായത് മിലിറ്ററിക്കാണെങ്കിൽ പറഞ്ഞ എല്ലാ കാര്യം നമ്മൾ സക്സസ് ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും നമ്മളങ്ങനെ സക്സസ് ആയിട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവിടുന്ന് പുറകെ വന്നോളൂ. അവനെ നമുക്ക് കാണുന്നില്ല. എന്തായാലും അവൻ ഇവിടുന്ന് പുറത്ത് പോകാൻ ആകെ ഒറ്റ വഴിയുള്ളൂ. നമ്മൾ ആദ്യം കയറി വന്ന ലിഫ്റ്റ്. അപ്പോൾ എന്തായാലും ആ ലിഫ്റ്റ് നമ്മൾ ഓഫാക്കി ഇട്ടിട്ട് തന്നെ നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. ഓണാക്കണതിൻ്റെ കീയും കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ കയ്യിലാണ്. അതുകൊണ്ട് പിന്നെ അതിന് പേടിക്കാനും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇനിയിപ്പം കുറച്ചും കൂടി ഉള്ളൂ ആ സർവറിൻ്റെ അടുത്തോട്ട്. നമ്മൾ നേരത്തെ ആ വഴിക്ക് പോയപ്പോൾ സർവർ ഹാക്ക് ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ നമ്മളത് വിട്ടുപോയി. ഓക്കെ, അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലാണ് ആ സർവർ ഉള്ളത്. നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇത് ഇവിടെയാണ് അടുത്ത ഹാക്ക് ചെയ്യാനുള്ള സർവർ ഉള്ളത്. നമ്മൾ അതും അങ്ങനെ ഹാക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഓക്കെ, 1 ഹാക്ക് ചെയ്തു, 2, 3, 4, 5, 6, 7, 8. സെറ്റ്. എൻ്റെ മോനെ, ഇതാക്കിയതിന് കുറേ പേര് ഇങ്ങോട്ട് വരുന്നുണ്ട്. നമുക്ക് എല്ലാം തന്നെ അടിച്ചിട്ട് എൻ്റെ മോനെ. അപ്പോൾ അതേ പോലീസൊക്കെ വന്നേക്കുന്നത്. ഈ പോലീസ് എന്താ വന്നേക്കുന്നത്? അപ്പോൾ ഓക്കെ, അപ്പോൾ മിലിറ്ററിക്കകത്ത് കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് പോലീസിനൊന്നും തന്നെ അറിയിച്ചിട്ടില്ലായിരുന്നു. അതാണ് പോലീസുകാർ ഇവിടെ എന്തോ ബ്രീച്ചും കാര്യങ്ങളും നടന്നു വെച്ചിട്ട് നേരെ അറ്റാക്ക് ചെയ്യാൻ വന്നു. ഇത്രയും വെടിയപ്പം കാര്യങ്ങളൊക്കെ നടന്നപ്പോഴത്തേക്കും വേഗം അറ്റാക്ക് ചെയ്യാൻ വന്നു. നമ്മളിപ്പോൾ ടെററിസ്റ്റ് മറ്റോ ആണ് ഈ പോലീസുകാർ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കെന്തായാലും ഇവരുടെ കയ്യിൽ പെടാൻ പറ്റത്തില്ല. നമുക്കെന്തായാലും ഇവിടുന്ന് രക്ഷപ്പെടണം. അപ്പോൾ നമ്മുടെ കേണലെ വിളിച്ചിട്ട് കേണൽ ഫോൺ എടുക്കുന്നില്ല. എൻ്റെ മോനെ സീൻ. അപ്പം കേണൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും പോലീസ് വന്നാലും പിടി കൊടുക്കരുതെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പുറത്തൊക്കെ തന്നെ പോലീസ് വളഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഹാക്കറിനെ രക്ഷിക്കണം. ഹാക്കറിനെ പോലീസിനെ കൊണ്ട് കൊല്ലാൻ സമ്മതിക്കരുത്. അപ്പോൾ ഹാക്കറെ അപ്പുറ സൈഡിൽ എവിടെയോ ഉണ്ട്. നമുക്കെന്തായാലും ഹാക്കറിനെ വേഗം പിടിച്ചുകൊണ്ട് പോവാം. നമ്മളങ്ങനെ ഹാക്കറിനെ കൂടി പുറത്തിറങ്ങിയിട്ടുണ്ട്. എൻ്റെ മോനെ സീൻ. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ആൾക്കാരാണ്. ഇവിടെ എല്ലാം ചുറ്റും ആൾക്കാരാണ്. അപ്പോൾ നമുക്കെന്തായാലും തിരിച്ച് നമ്മൾ വന്ന് ഹെലികോപ്റ്റർ നമുക്ക് എടുക്കണം. അപ്പോൾ ഹാക്കർ നമ്മുടെ പുറകെ തന്നെ ഉണ്ട്. അപ്പോൾ ഹെലികോപ്റ്റർ നമുക്ക് പെട്ടെന്ന് ആ സൈഡിൽ കൂടെ പോയാലും തോന്നുന്നു എടുക്കാൻ പറ്റും. നമ്മളെന്തായാലും ആ സൈഡിൽ കൂടെ തന്നെയാണ് പോകാൻ നോക്കുന്നത്. എൻ്റെ മോനെ. അപ്പോൾ ഇവിടെയൊക്കെ ചുറ്റും ആൾക്കാരാണ്. ആരൊക്കെ തന്നെ പുറകിൽ അവിടെ നിന്ന് ഇവിടെയൊക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നൈസായിട്ട് ഇവന്മാരെയൊക്കെ തന്നെ കൊന്ന് തീർത്തേക്കാം. ഓക്കെ, വലിയ സീനും കാണാൻ തന്നെ ഇല്ല. ഓക്കെ, ഇവന്മാരെ നമ്മൾ കൊന്ന് തീർത്തിട്ടുണ്ട്. അവിടെ അവനെ നമുക്ക് കൊന്ന് തീർക്കാം. നമ്മൾ മെഷീൻ ഗണ്ണാണ് എടുക്കാൻ പോകുന്നത്. കാരണം ഈ ഗണ്ണും കൂടെ നമുക്ക് പെട്ടെന്ന് എല്ലാത്തിനും അടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ മേലെ ഒരു ഹെലികോപ്റ്റർ വരുന്നുണ്ട്. എൻ്റെ മോനെ. അപ്പോൾ അത് പോലീസിൻ്റെ ഹെലികോപ്റ്ററാണ്. അതുകൊണ്ട് നമ്മൾ എന്തായാലും നമുക്ക് വെടിവെച്ചിടണം. അത് വെടിവെച്ചിടാണെന്ന് നമുക്ക് ഇവിടെ പോകാനും പറ്റില്ല. ഇവിടെയൊക്കെ തന്നെ അടുത്ത ആൾക്കാർ വരുന്നു. അപ്പോൾ ഇവിടെ എവിടെയാണ് ആ ഏണിയും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളത്. അപ്പോൾ ഓക്കെ, ഇവിടെയാണ് ഏണി ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് മേലോട്ട് കയറാം. മേലോട്ട് നമുക്ക് വലിഞ്ഞ് കയറിയേക്കാം. അപ്പോൾ ഓക്കെ, നമ്മളങ്ങനെ മേലോട്ട് എത്തിയിട്ടുണ്ട്. എൻ്റെ മോനെ, ഇനിയിപ്പം മേലോട്ട് നമുക്ക് കയറണം. അപ്പോൾ ഓക്കെ, നമ്മളങ്ങനെ ഏതാണ്ട് മേലോട്ട് കയറുവാണ്. അപ്പോൾ ഓക്കെ, അവനെന്തേ പുറകിൽ അങ്ങനെ ഏണിയിൽ കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഇനിയിപ്പോൾ ടോപ്പിലോട്ട് എത്തണം. ഓക്കെ, നമ്മൾ ഏതാണ്ട് അങ്ങനെ ടോപ്പിലോട്ട് പോവുകയാണ്. ഇനി കുറച്ചും കൂടെ ഉള്ളൂ ടോപ്പിലോട്ട് എത്താൻ വേണ്ടി. അങ്ങനെ നമ്മൾ ടോപ്പിലോട്ട് എത്തിയിട്ടുണ്ട്. എൻ്റെ മോനെ സീൻ. ഇപ്പം ഫുള്ള് സീനാവും. നമ്മളിനി കുറച്ച് നേരം കൂടി ഇവിടെ വന്നാൽ ഫുള്ള് തന്നെ സീനാവും. അപ്പോൾ ഓക്കെ, നമ്മളങ്ങനെ ഏതാണ്ട് ഹെലികോപ്റ്ററിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അവൻ കയറി വരുന്നവരെ നമുക്ക് എന്തായാലും കവർ ചെയ്യണം. ഇവിടെ വരുന്ന എല്ലാം തന്നെ കൊല്ലണം. എൻ്റെ മോനെ, അവനങ്ങനെ ഏതാണ്ട് ടോപ്പിലൂടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ആരും തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും കൊല്ലണം. നമുക്ക് നൈസായിട്ട് ഹെലികോപ്റ്റർ അങ്ങ് എടുത്തേക്കാം. അതേപോലെ പോലീസുകാരൊക്കെ തന്നെ കയറി വരുന്നുണ്ട്. ഓക്കെ, അവനും അങ്ങനെ വന്ന് കയറുന്നുണ്ട്. എൻ്റെ മോനെ സീന്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് പോയേക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ പോലീസുകാരുടെ കയ്യിൽ നമ്മളങ്ങനെ കുടുങ്ങി പോയേക്കും. ഓക്കെ, നമ്മളങ്ങനെ പെട്ടെന്ന് തന്നെ ഹെലികോപ്റ്റർ അങ്ങ് എടുത്തിട്ടുണ്ട്. എൻ്റെ മോനെ, നമ്മുടെ അടുത്ത് മെഷീൻ ഗണ്ണ് മാത്രമേ ഉള്ളൂ. അവനൊക്കെ ആരും തന്നെ അടിക്കാൻ പറ്റില്ല. നൈസ്. അപ്പോൾ അവൻ്റെ കയ്യിൽ മറ്റേ കണ്ണുണ്ട്. അവനും സൈഡിൽ നിന്നും വെടിവെക്കാൻ കാര്യം തന്നെ പറ്റും. അപ്പോൾ നമുക്കത് തിരിച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഹെലികോപ്റ്ററും കാര്യം തന്നെ പുറകിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ നൈസായിട്ട് അതിന് കൊടുക്കാൻ പോവാണ്. നമ്മൾ താത്തി അടിക്കാൻ പോവാണ്. എൻ്റെ മോനെ, അവന്മാർ നൈസായിട്ട് നമ്മുടെ അടുത്തോട്ടൊക്കെ തന്നെ വരുന്നു. അപ്പോൾ ഈ ഭാഗത്തൊക്കെ തന്നെ ഹെലികോപ്റ്റർ ഉണ്ട്. ഓക്കെ, നമ്മുടെ ഹെലികോപ്റ്റർ ഏതാണ്ട് ഇപ്പോൾ താഴെ പോയാൻ. അപ്പോൾ അതിൽ നിന്ന് മറ്റവൻ്റെ സൈഡിൽ നിന്ന് നല്ല അടിയാനാണ് തിരിച്ച് കൊടുക്കുന്നത്. നമ്മൾ ഏതാണ്ട് ഇവിടെ ഡാമിൻ്റെ മണ്ടയിലോട്ട് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഈ സൈഡിൽ കൂടെ നൈസായിട്ട് വിട്ട് പോയേക്കാം. നമ്മളെന്തായാലും ഇനിയിപ്പോൾ നൈസായിട്ട് സ്ലോ ആവുന്നൊന്നും തന്നെ ഇല്ല.
പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാൻ പോകണം. ഏതാണ്ട് ഇപ്പോൾ പോലീസിനെ ഇതൊക്കെ തന്നെ നമ്മളങ്ങനെ പോലീസൊന്നും തന്നെ ഇപ്പം നമ്മളെ ഫോളോ ചെയ്യുന്നില്ല. ഏതാണ്ട് നമ്മൾ രക്ഷപ്പെട്ടിട്ട് ഉള്ള പോലെയാണ്. കാരണം അവന്മാരുടെ വ്യൂ എന്നൊക്കെ തന്നെ നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ എവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ടത്, നമ്മൾ ഇവിടെ എവിടെയാണ് ആ വണ്ടിയും കാരണം തന്നെ നമ്മൾ വിട്ടത് എല്ലാം തന്നെ നമുക്ക് എന്തായാലും പോയിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് ആ വണ്ടി എടുക്കണം. അപ്പോൾ ഓക്കെ ഏതാണ്ട് അങ്ങനെ പോലീസും അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ നൈസ്. ഇപ്പം പോലീസിനായി നമ്മളങ്ങനെ ഏതാണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെയുണ്ട്, മറ്റേ സോൾജർ ഇവിടെ ഉണ്ടെന്ന് തന്നെ തോന്നുന്നത്. അപ്പോൾ എന്തായാലും സോൾജറിൻ്റെ അടുത്ത് നമ്മളെന്തായാലും ഈ ഹെലികോപ്റ്റർ കൊണ്ട് ഇറക്കുവാണ്. അപ്പോൾ നമ്മൾ ടയറും അങ്ങനെ താത്തിയിട്ടുണ്ട്, സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ സീനും കാണാൻ തന്നെ ഇല്ല. അപ്പോൾ എൻ്റെ മോനെ സീൻ. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഇവിടെ അങ്ങനെ ലാൻഡ് ആയിട്ടുണ്ട്. ഓക്കെ എല്ലാം തന്നെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ആക്കറിനെയും കൂടി നേരെ മിലിറ്ററി ബേസിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവൻ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവനെ നമ്മളെന്തായാലും കൊടുത്ത് വിടുന്നില്ല. നമുക്ക് എന്തായാലും ആരും തന്നെ വിശ്വാസമില്ല, നമുക്ക് ആ കേണലിനെ മാത്രമേ വിശ്വാസമുള്ളൂ. അപ്പോൾ ഈ ആക്കറിനെ മിലിറ്ററി ബേസിൽ കൊണ്ടുപോയി നമുക്ക് ഡെലിവറി ചെയ്യണം. അപ്പോൾ ഓക്കെ അവൻ വന്നങ്ങനെ കയറുന്നിട്ട് എല്ലാം തന്നെ ഉണ്ട്, സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം തന്നെ ഉണ്ട് മിലിറ്ററി ബേസിലോട്ട്. നമ്മൾ നൈസായിട്ട് നല്ല സ്പീഡിൽ തന്നെ വിട്ട് പോകുന്നത്. അപ്പോൾ ഈ വണ്ടീനെ അയ്യോ ഇവന്മാരിതേ നൈസായിട്ട് നമ്മൾ നെഞ്ചത്തോണ്ടാണ് കയറ്റിയില്ല. നമ്മുടെ വണ്ടി ക്രാഷ് കാർഡുകൊണ്ട് ഒരു സീനും തന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ നമുക്ക് ഈ വണ്ടീൻ്റെ ടോപ്പ് സ്പീഡ് ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊരു മൂട്ട വണ്ടി ആണെങ്കിലും പൊളി തന്നെയാണ്. നമുക്ക് ഇതിലെ വേണമെങ്കിലും കുത്തി കയറിക്കൊണ്ടൊക്കെ തന്നെ പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മിലിറ്ററി ബേസിലോട്ട് പോവാം. നമ്മളിതേ മിലിറ്ററി ബേസിൻ്റെ അപ്പുറത്തെ സൈഡിലായിരുന്നുകൊണ്ട് നമ്മൾ പലീറ്റോ ബേ വഴി നമ്മൾ കറങ്ങി തന്നെയാണ് ഇവിടം വരെ എത്തിയത്. ഇനിയിപ്പോൾ കുറച്ച് ദൂരം കൂടിയുള്ള മിലിറ്ററി ബേസിലോട്ട്. ഇനി ഈ വണ്ടിക്ക് പവർ സാധനം കൂടി ആയതുകൊണ്ട് ഇതൊക്കെ തന്നെ ബെന്നീൻ്റെ കസ്റ്റമൈസേഷനാണ്. ബെന്നിൻ്റെ ഓരോരോ വണ്ടികളും എൻ്റെ മോനെ നമ്മൾ എപ്പോൾ ഇവിടെ വന്നാലും ആ സാധനത്തിൻ്റെ കാര്യം മറന്നു പോകും. നമ്മൾ അവിടെ എപ്പം വെയിറ്റ് ചെയ്താലും തുറന്നും തരത്തില്ല. അത് നമ്മൾ നൈസായിട്ട് ഇങ്ങോട്ട് കയറി വന്നത്. അപ്പോൾ ഓക്കെ ഇവിടെ ടാങ്കും കാരണം തന്നെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മിലിറ്ററി കേണൽ ഇവിടെ വെയിറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവനെ നമുക്ക് എന്തായാലും മിലിറ്ററി കേണലിൽ കൊടുത്തേക്കാം. അപ്പോൾ ഓക്കെ സീനും കാരണം തന്നെ ഇല്ല. അപ്പോൾ അത് ഇവനും അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ മിലിറ്ററി കേണൽ സംസാരിച്ച് മിലിറ്ററി കേണൽ നമുക്ക് ഇവന് ഡെലിവറി ചെയ്യാം. അപ്പോൾ ഓക്കെ നമ്മൾ ഈ ആക്കറിനെ മിലിറ്ററി ബേസിൽ കൊണ്ടുപോയി മിലിറ്ററി കേണലിലേക്ക് ഡെലിവറും ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും തിരിച്ച് പോവാം. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും തിരിച്ച് ഷോറൂമിലോട്ട് പോകണം. അപ്പോൾ ബെന്നി നമ്മളെ വിളിക്കുന്നുണ്ടായിരുന്നു. ബെന്നി പറഞ്ഞു അങ്ങോട്ട് അർജൻറ്റായിട്ട് ചെല്ലാനൊക്കെ തന്നെ ബെന്നി പറയുന്നുണ്ട്. അപ്പോൾ ബെന്നി എന്തൊക്കെയോ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ പുതിയ വണ്ടികളും കാര്യം തന്നെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ടാണ് പോകുന്നത്. മിലിറ്ററി കേണലിൽ വിളിച്ചിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോകാൻ ടൈം കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ഇപ്പം തിരിച്ച് പോവാണ് നമ്മുടെ ബെന്നീൻ്റെ അടുത്തോട്ട്. അപ്പോൾ ബെന്നി എന്തായാലും പിടിച്ച് എന്തിനാണെന്ന് തന്നെ അറിയത്തില്ല. എന്തായാലും ഷോറൂമിൽ പോയിട്ട് ആ വണ്ടികളൊക്കെ എന്തായി, ബെന്നി ആ വണ്ടികളൊക്കെ എന്ത് ചെയ്തു എല്ലാം തന്നെ നമുക്ക് നോക്കണം. അപ്പോൾ ഓക്കെ സീന് നൈസ്. നമ്മൾ നേരെ കൊണ്ടുപോയിട്ടൊരു വണ്ടീൻ്റെ. അപ്പോൾ ഈ വണ്ടി എവിടെ ഇടിച്ചിട്ടും വണ്ടിക്ക് ഒരു കാര്യമായിട്ട് ഒരു കുഴപ്പങ്ങളും ഇല്ല കേട്ടോ. വണ്ടി നൈസായിട്ട് തന്നെ സ്മൂത്തായിട്ട് പോകുന്നത്. കാരണം ഇതിന് സൈഡിലൊക്കെ തന്നെ ക്രാഷ് കാർഡ് കാര്യം തന്നെ ഉണ്ട്. രണ്ട് സൈഡിലും പെട്രോൾ ക്യാനുണ്ട്. പിന്നെ ഇപ്പം പെട്രോളിന് വില കൂടെ കൂടുമായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, നമ്മൾ സ്റ്റോക്കാക്കി വെക്കുന്നതാണ് ഈ രണ്ട് സൈഡിലും. അപ്പോൾ ഓക്കെ പെട്ടെന്ന് തന്നെ പോവാം. നമ്മളങ്ങനെ നമ്മുടെ ഷോറൂമിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. നമുക്ക് പറപ്പിച്ച് തന്നെ വീടാം. അപ്പോൾ ബെന്നി ആ ടെൻഷനിൽ വീണ്ടും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപ്പോൾ ഇനി കാര്യം എന്താണെന്നൊന്നും തന്നെ പറയുന്നില്ല. അപ്പോൾ ഓക്കെ നമ്മളങ്ങനെ ഷോറൂമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് ഉള്ളിലോട്ട് കയറ്റാം. അപ്പോൾ നമ്മുടെ ഈ വണ്ടി തൽക്കാലം നമുക്ക് ഇവിടെ അങ്ങ് പാർക്ക് ചെയ്ത് സെറ്റാക്കി ഇട്ടേക്കാം. അപ്പോൾ ഓക്കെ അപ്പോൾ ഇവിടെയൊക്കെ എൻ്റെ മോനെ അപ്പം കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വണ്ടികളൊക്കെ കാണാൻ വേണ്ടി ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആൾക്കാരൊക്കെ തന്നെ ബീച്ചിൽ നിന്നൊക്കെ ആണ് തോന്നുന്നു വന്നത് എൻ്റെ മോനെ. അപ്പോൾ എല്ലാ വണ്ടിക്ക് ഇത്ര ഫാൻസ്. അപ്പോൾ നമ്മൾ ഫെറാറികൾ ഇതിന് മുമ്പേ കൊണ്ടുവരേണ്ടതായിരുന്നു. നമ്മുടെ ഒരു ഫെറാറി FX6 അകത്ത് കിടപ്പുണ്ട്. അപ്പോൾ അത് എന്തായാലും എല്ലാവരും തന്നെ അതിലൊക്കെ നോട്ട് ഇടുന്നുണ്ട്. എൻ്റെ മോനെ എല്ലാ വണ്ടികൾക്കും നമ്മുടെ ഈ ഷോറൂം ഭയങ്കര ഹൈപ്പായിട്ടുണ്ട്. കാരണം കുറേ പേര് തന്നെ ഈ ഷോറൂമിൽ വന്ന് വണ്ടികളും കാരണം തന്നെ നോക്കുന്ന എല്ലാം തന്നെയുണ്ട്. അപ്പോൾ എന്നാലും ബെന്നിനോട് നമുക്ക് സംസാരിക്കാം. ബെന്നിക്ക് എന്താ ഇത്ര ടെൻഷൻ? ഓക്കെ അപ്പോൾ ബെന്നിനോട് സംസാരിച്ചപ്പോൾ ബെന്നി ഇത്ര ആൾക്കാരൊക്കെ വന്നിട്ട് ബെന്നിക്ക് ഒരു ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലാമർ വെച്ചാൽ കാണുന്നില്ല. അപ്പോൾ നമ്മളെന്തായാലും ലാമറിനെ വിളിക്കാൻ നോക്കുവാണ്. അപ്പോൾ ഓക്കെ ലാമറിനെ വിളിച്ചു വെച്ചാൽ ലാമർ സ്വിച്ച് ഓഫ് ആണല്ലോ. അപ്പോൾ നേരത്തെ നമ്മൾ ഈ വണ്ടികളൊക്കെ എടുത്തുകൊണ്ട് വരാൻ നേരത്തെ ലാമർ വഴി കാണിക്കാൻ തന്നെ പോയതാണ്. പിന്നെ ലാമറിനെ കണ്ടിട്ടില്ല. നമുക്കൊന്ന് എലീനേനെ വിളിച്ച് നോക്കാം. അപ്പോൾ എലീനേനെ വിളിച്ചിട്ട് ലാമർ എവിടെ പോയെന്ന് എലീനയ്ക്ക് അറിയത്തില്ല. അപ്പോൾ ലാമർ എവിടെ പോയി? അപ്പോൾ നിങ്ങൾക്കറിയാം ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാൻ ലാമർ എവിടെ പോയെന്ന്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നമ്മളങ്ങനെ ഇവിടെ സെൻഡ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരു ലൈക്ക് അടിച്ചേക്കുക, സബ്